പ്രിയമുള്ളവരെ, സമയം 9:07. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. PMC പദ്ധതിയിൽ റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. നിലവിലെ സ്ഥിതിയും പണം കിട്ടാത്തതും മൂലമുള്ള ബുദ്ധിമുട്ടുകളും അടക്കം ഉൾപ്പെടുത്തി വിശദ റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആദ്യ യോഗത്തിൽ തന്നെ നിർദ്ദേശിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ചുമതല. ഭരണമാറ്റത്തിനു പിന്നാലെ PMC മുന്നോട്ട് കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം കേരളത്തിന് കത്തയച്ചിരുന്നു. ഗോപാൽ ശിലാസനലുണ്ട്. ഗോപാൽ ശിലാസനൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ സർക്കാർ ആദ്യം പരീക്ഷിക്കപ്പെടാൻ പോകുന്നത് വിദ്യാഭ്യാസ വകുപ്പിലൂടെ ആയിരിക്കും, N. ഷംസുദ്ദീനിലൂടെ ആയിരിക്കും. അത് PMC പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാടായിരിക്കും. വകുപ്പ് മന്ത്രി മാത്രം, മറ്റുള്ള മന്ത്രിമാരറിയാതെ, ക്യാബിനറ്റ് അറിയാതെ ഒപ്പിട്ടതാണ് PMC പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ പിണറായി സർക്കാരിന്റെ കാലത്ത് വലച്ചത്. ഇപ്പോൾ N. ഷംസുദ്ദീൻ ഒരു വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാടെടുക്കണം. പക്ഷേ PMCയോട് ചേർന്ന് പോകുന്ന നിലപാടെടുക്കുക സാധ്യമല്ലല്ലോ. PMCയോട് ചേർന്ന് പോയില്ലെങ്കിൽ സർവശിക്ഷ അഭിയാനുള്ള പണം കിട്ടത്തുമില്ല. 1500 കോടി രൂപ സ്വാഹ. ആ മട്ടിലാണോ കാര്യങ്ങൾ, ഗോപാൽ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, PMC ഒരു കീറാമുട്ടിയാകും UDF സർക്കാരിന് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നേരത്തെ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അന്ന് PMC ഒപ്പിട്ടപ്പോൾ വലിയ തരത്തിലേക്കുള്ള എതിർപ്പും വിമർശനവുമാണ് UDF ഉന്നയിച്ചത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉന്നയിച്ചത്. സംഘപരിവാർ അജണ്ടകൾക്ക് സർക്കാർ വഴങ്ങുന്നു എന്ന മുദ്രാവാക്യവും പ്രതിഷേധവുമൊക്കെയാണ് ആ ഘട്ടത്തിൽ UDF പ്രധാനമായും മുന്നോട്ട് വെച്ച ഒരു പ്രധാന വിമർശനം എന്ന് പറയാനുള്ളത്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗം, ആ യോഗത്തിൽ പങ്കെടുത്തത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ള വകുപ്പ് മേധാവികളായിരുന്നു. ആ യോഗത്തിൽ N. ഷംസുദ്ദീൻ ആവശ്യപ്പെട്ടത് എന്താണ് നിലവിൽ PMCയുടെ സ്റ്റാറ്റസ് എന്ന ചോദ്യമാണ്. നിലവിൽ ഏത് തരത്തിലാണ് ഈ പദ്ധതിയുടെ പുരോഗതി ഉള്ളത്? അത് മരവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ടോ? പദ്ധതി ഒപ്പിട്ടത് മൂലം എത്ര തുക കിട്ടിയിട്ടുണ്ട്? ഒപ്പിട്ട് മുന്നോട്ട് കൊണ്ടുപോകാത്തത് മൂലം എത്ര രൂപയാണ് കുടിശ്ശികയായി ബാക്കിയുള്ളത്? എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ഒരു വിശദമായ റിപ്പോർട്ട് നൽകാനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് N. ഷംസുദ്ദീൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു നയം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടർ വഴി തന്നെ N. ഷംസുദ്ദീൻ വ്യക്തമാക്കിയിരുന്നു. കാരണം PMC ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ തരത്തിൽ വലിയ ഭവിഷ്യത്തുകൾ രാഷ്ട്രീയപരമായി UDFന് നേരിടേണ്ടി വരും. മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ കേന്ദ്ര സർക്കാർ ചെയ്ത അടുത്ത ബുദ്ധിയായിരുന്നു ഈ ഭരണമാറ്റം വന്ന സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട കത്ത് നൽകിയത്. ആ കത്തിന്റെ തുടർ നടപടിയായി കൂടി ഇതിനെ വ്യാഖ്യാനിക്കാം ഡോക്ടർ. ഓക്കെ, താങ്ക് യു. ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്.